ഹായ് നമസ്കാരം. വെൽക്കം ബാക്ക് ടു ബിഗ് ഡ്രീമേഴ്സ് വ്ളോഗ്സ്. കടൽ കാറ്റേറ്റ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ആഗ്രഹിച്ചിട്ടില്ലേ? ഉദയവും അസ്തമയ കാഴ്ചകളും കണ്ട് തീരാക്കാഴ്ചകൾ അരങ്ങിത്തീരുന്ന ഒരു ദിനം. അങ്ങനെ ഒരു ദിനം ആഗ്രഹിക്കാത്തവർ ആരാ ഉണ്ടാവുക? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ്. തിരുവനന്തപുരംകാരുടെ സ്വന്തം ആഴിമല ശിവക്ഷേത്രം. 58 അടി ഉയരമുള്ള ശിവന്റെ ഗംഗാധേശ്വര രൂപത്തിലുള്ള ശില്പം വന്നതിന് ശേഷമാണ് ആഴിമല ക്ഷേത്രം പ്രസിദ്ധമായത്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടക്കൽ ഗ്രാമപഞ്ചായത്തിലെ പുളുങ്കുടിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം പൂവാറ് പാതയിൽ നിന്നും 800 മീറ്റർ മാറി കടൽ തീരത്തിനോട് ചേർന്നുള്ള പാറക്കെട്ടിന് സമീപമാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനും പൂവാറിനും ഇടയിലാണ് ആഴിമല സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേക്കോട്ടയിൽ നിന്നും തമ്പാനൂരിൽ നിന്നും വിഴിഞ്ഞം വഴി പൂവാറിലേക്കുള്ള ബസ്സിൽ കയറിയാൽ ആഴിമല ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാം. ഇവിടെ നിന്നും വെറും 100 മീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. ക്ഷേത്രത്തിന്റെ വാസ്തുശൈലി തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി വളരെ സാമ്യമുള്ളതാണ്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. ഗണപതിയും പാർവതിയുമാണ് മറ്റു ഉപദേവതകൾ. യോഗേശ്വരന് ഒരു ചെറിയ ശിവകോവിലും ഇവിടെ ഉണ്ട്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കഥകളും ക്ഷേത്രത്തിനുണ്ട്. ഈ പ്രദേശത്തിന്റെ ഭംഗിയും ഇവിടുത്തെ ആശ്വര സാന്നിധ്യം തിരിച്ചറിയുകയും ഇവിടുത്തെ ജീവൽ സമാധിയെക്കുറിച്ച് പ്രദേശവാസികളോട് വിശദീകരിച്ച അദ്ദേഹം ക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടതെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം. ആഴി എന്നാൽ കടൽ, മല എന്നാൽ കുന്ന്. കടലിനോട് ചേരുന്ന കുന്നിന് സമീപത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതിലാണ് ആഴിമല എന്ന പേരിൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. പുളുങ്കുടി ആഴിമല ശിവക്ഷേത്ര ദേവസ്വ ട്രസ്റ്റിന്റെ കീഴിലാണ് ക്ഷേത്രമുള്ളത്. വന്യമായ ജട അഴിച്ച അതിൽ നിന്നും ഗംഗാദേവി ഭൂമിയിലേക്ക് ഒഴുക്കിവിടുന്ന ശിവഭഗവാൻ. മുടിയഴകളും രുദ്രാക്ഷവും പേശികളും നരമ്പുകളും വരെ തെളിഞ്ഞു കാണുന്ന ശില്പ ചാതുരി. ഈ ഗംഗാധേശ്വര ശില്പം കാണുകയല്ല, അനുഭവിക്കുകയാണ് വേണ്ടത്. 58 അടി ഉയരമാണ് ശില്പത്തിനുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിപ്പമുള്ള ഗംഗാധേശ്വര ശില്പമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപവും ഇതുതന്നെ. ദേവദത്തൻ എന്ന ആളാണ് ഇതിന്റെ ശില്പി. 2014 ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കി അതേ വർഷം ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കോൺക്രീറ്റിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ശില്പത്തിന്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലത് തുടയിലും പിന്നിലെ ഇടത് കൈയിൽ ത്രിശൂലവും മുൻ ഇടതു കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ് ശില്പമുള്ളത്. കടലിനോട് വളരെ ചേർന്ന് ഉള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് ശിവരൂപം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശിവരൂപത്തിന് താഴെ 3 നിലകളിലായി 3500 അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട്. ഗുഹാസമാനമായ മണ്ഡപത്തിലേക്ക് ഗംഗാധരേശ്വര പ്രതിമയുടെ സമീപത്തെ ചെറിയ കവാടത്തിലൂടെ 27 പടികൾ കടന്നാണ് പ്രവേശിക്കേണ്ടത്. മണ്ഡപത്തിൽ ശിവന്റെ ശയനശില്പം, 9 നാട്യഭാവങ്ങൾ, ശിവരൂപത്തിന് താങ്ങി നിൽക്കുന്ന തൂണുകളിൽ ശിവചരിതം പറയുന്ന ശില്പങ്ങൾ എന്നിവയും നിർമ്മിക്കുന്നുണ്ട്. ദേവദത്തൻ 23-ാം വയസ്സിലാണ് ശില്പത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. ശില്പത്തിന്റെ വലിപ്പമോ ഒരു തുടക്കക്കാരൻ എന്നതോ ദേവദത്തനെ പിന്തിരിപ്പിച്ചില്ല. ആദ്യകാലം മുതൽ ആഴിമലയിൽ നിലനിൽക്കുന്നുവെന്ന് തോന്നിപ്പിക്കും വിധം ഭഗവാന്റെ രൂപം ദേവദത്തൻ പൂർത്തിയാക്കി. പ്രകൃതിയും ഭക്തിയും സമ്മേളിക്കുന്നിടത്ത് കലയും കൂടി ചേർന്നപ്പോൾ ശാന്തതയുടെ കവാടം ആഴിമലയിൽ തുറന്നു. ഈ കാണുന്നതാണ് ശ്രീകോവിൽ. കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതികൾ ക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങിച്ച തൊട്ടിൽ വാങ്ങിച്ച് ഇവിടെ കെട്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മഹാഭാരതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകൾ ആഴിമല ക്ഷേത്രത്തിലുണ്ട്. പാണ്ഡവന്മാർ അജ്ഞാതവാസകാലത്ത് ഇതുവഴി കടന്നു പോവുകയുണ്ടായി. യാത്രക്കിടയിൽ ഈ പ്രദേശത്ത് ജീവൻ സമാധി കാണുകയും അതിന്മേൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. തുടർന്ന് അഭിഷേകത്തിനായി ജലം തേടിയെങ്കിലും കിട്ടാതെ വന്നു.
കടൽ വെള്ളം മാത്രം കിട്ടുന്ന പ്രദേശത്ത് ശുദ്ധജലം ലഭ്യമല്ലാതിരുന്നാൽ വെള്ളത്തിനായി ഭീമൻ കൈമുട്ടുകൊണ്ട് പാറ പുറത്ത് ഇടിച്ചു അത്രേ. ഇടിയുടെ ശക്തിയിൽ പാറയിലുണ്ടായ വിള്ളലിൽ വെള്ളം ലഭിച്ചുവെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഒന്നിനു മുകളിൽ ഒന്നായി കാണുന്ന പാറകളുടെ വിള്ളലിലൂടെയുള്ള ജലപ്രവാഹം കാണുന്ന ഈ സ്ഥലമാണ് കിണ്ണിക്കുഴി അഥവാ പാണ്ഡവ തീർത്ഥം എന്നറിയപ്പെടുന്നത്. മാറാരോഗങ്ങൾക്ക് സിദ്ധ ഔഷധമായി കിണ്ണിക്കുഴിയിലെ ജലം ഉപയോഗിക്കുന്നുണ്ട്. കടൽ തീരമാണെങ്കിലും ഇവിടെ നിന്നുള്ള ജലത്തിന് ഉപ്പുരസമില്ല എന്നൊരു പ്രത്യേകതയും കൂടെയുണ്ട്. സമീപത്തെ പ്രദേശവാസികളും കാലങ്ങളായി ഇവിടെ വന്ന് വെള്ളം ശേഖരിച്ച് വീടുകളിൽ കൊണ്ടുപോകാറുണ്ട്. ഏത് വേനൽക്കാലത്തും ഇവിടെ വന്നാൽ വെള്ളം ലഭിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് പ്രശസ്തമായ ആഴിമല ബീച്ചും സ്ഥിതി ചെയ്യുന്നത്. സൂര്യോദയവും സൂര്യാസ്തമയ കാഴ്ചകളും പ്രകൃതി സൗന്ദര്യവും കാണുവാനാണ് ഇവിടെ കൂടുതലും സഞ്ചാരികൾ എത്തുന്നത്. കടൽക്കാറ്റേറ്റ് ദൈവസന്നിധിയിൽ ഉദയവും അസ്തമയ കാഴ്ചകളും കണ്ട് തീരാക്കാഴ്ചകളിൽ അലിഞ്ഞ് മനസ്സിന് പുതുമയും കുളിർമയും തരുന്ന ഒരു ദിനം. അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.